ഒരു തെങ്ങിൻ്റെ ചെല്ലികളെയും രോഗങ്ങളെയും ഒക്കെ മാറ്റാനായിട്ട് വെറും ₹1.66 മതി ഒരു തെങ്ങിന്. അതെങ്ങനെ? തെങ്ങിനെ ബാധിക്കുന്ന ഈ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, മണ്ടരി ഇവയെല്ലാം വെറും 4 തുള്ളി സസ്യസൗഖ്യമുണ്ട് 2 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അതിൻ്റെ ചുവട്ടിൽ അതിൻ്റെ തടിയോട് ചേർത്ത് ഒഴിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. രോഗങ്ങളൊന്നും തെങ്ങിനെ ബാധിക്കില്ല. സാധാരണ ഇത് മേളിലല്ലേ ഒഴിക്കുക? സാധാരണ ഈ തെങ്ങിൻ്റെ മുകളിലാണ് ഈ മരുന്ന് പ്രയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിന് ഈ പറഞ്ഞ 100 മുതൽ 300 രൂപ ഒരു തെങ്ങിന് ചിലവ് വരുന്നുണ്ട്. ഇത് ചുവട്ടിൽ തടിയോട് ചേർത്ത് ചെയ്താൽ മതി. കർഷകന് സ്വന്തം വീട്ടിൽ ചെയ്യാം. കർഷകന് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരാളെ പുറത്തുനിന്ന് എടുത്ത് കൂലിക്ക് നിർത്തി ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇക്കാലത്ത്. ഇത് എന്ത് മരുന്നാണ് സാർ? ഇത് ഹോമിയോ മരുന്നാണ്. അതൊരു ജൈവ മരുന്നാണ്. ഈ ഹോമിയോ മരുന്ന് കഴിഞ്ഞാൽ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ഹോമിയോ മരുന്ന്. അത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തെങ്ങുകൾ നോക്കുക, എന്നെ തെങ്ങുകൾ നോക്കുക, നല്ല വിരിഞ്ഞ നിപ്പുണ്ട്. ഇത് മടലൊക്കെ നല്ല വിരിഞ്ഞ നിപ്പുണ്ട്, തേങ്ങാക്കൊല നിറയുണ്ട്. ഇത് കൂടാതെ ചെല്ലികളൊന്നും ആക്രമിച്ചായിട്ട് യാതൊരു ലക്ഷണവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതെങ്ങനെ ഉപയോഗിക്കും സാറേ? ഒന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഈ ബക്കറ്റിനകത്ത് ഏകദേശം 5 ലിറ്റർ വെള്ളമുണ്ട്. 1 ലിറ്ററിന് വെറും 2 തുള്ളി മതി. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. ഇത് 1 ലിറ്ററിൻ്റെ കപ്പാണ്. അപ്പോൾ ഇതിലോട്ട് 5 ലിറ്ററിന് 10 തുള്ളി ഒഴിക്കണം. 5 ലിറ്ററിന് 10 തുള്ളി. അതെ. 1 2 3 4 5 6 7 8 9 10. കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ കൂട്ടിയെടുത്താൽ എനിക്ക് ലാഭമാണ് കേട്ടോ. എന്നെ മരുന്ന് ചിലവാക്കും. പക്ഷെ നമ്മുടെ ആവശ്യം അതല്ല. കർഷകർക്ക് ഗുണം കിട്ടണം. അതിന് ആവശ്യമായ മരുന്ന് മാത്രം ചേർത്താൽ മതി. അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടും. ഇത് കുറച്ച് വർഷങ്ങളായി ഞാനിത് ഉപയോഗിച്ച് വരുന്നു. എൻ്റെ 25 ഏക്കറിൽ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തെങ്ങും കവുങ്ങും റബ്ബറും എല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഞാൻ ഈ മരുന്നൊക്കെ തന്നെയാണ് പ്രയോഗിക്കുന്നത്. നല്ല പ്രയോജനം കണ്ടു. അത് കർഷകർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കാനാണ് ഇപ്പം എൻ്റെ ശ്രമം. അപ്പം മരുന്നൊഴിച്ചു ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു തെങ്ങിന് 2 ലിറ്ററാണ് ഒഴിക്കേണ്ടത്. ചേർത്ത് ഒഴിക്കണം. ഇങ്ങനെ മാറ്റിയൊന്നും ഒഴിക്കരുത്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. അപ്പോൾ 1 ലിറ്റർ ഒഴിച്ചു. അടുത്ത 1 ലിറ്റർ കൂടെ കൊടുക്കുക. അപ്പോൾ ഈ തെങ്ങുകൾക്ക് അത് മണ്ണ് കുറച്ച് മാറ്റിയാൽ നമുക്കറിയാം പൊടി വേരുകൾ കാണാം. ഈ പൊടി വേരുകളാണ് ഈ വളവും മരുന്നും ഒക്കെ പെട്ടെന്ന് പിടിച്ചെടുക്കാൻ സാധിക്കുക. ഇതിനോട് ചേർന്ന് ഇവിടെ മരത്തിൻ്റെ ചുവട്ടിൽ തീർച്ചയായിട്ടും പൊടിവേരുകൾ ധാരാളം കാണും. നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിലും സൂക്ഷ്മ വേരുകൾ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഈ മരുന്ന് വേഗം പിടിച്ചെടുക്കും. ഇനിയും ഒരു ചാറ്റമഴയിൽ പോലും വലിയ മഴയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഒഴിക്കാതിരിക്കുക നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ എത്ര തവണ ചെയ്യണം? മാസത്തിലൊരിക്കൽ 4-5 മാസം ചെയ്യുക. എന്നാൽ ഈ മരങ്ങൾക്ക് നല്ല പ്രതിരോധം കിട്ടും. നമുക്ക് വാക്സിനേഷൻ അടിക്കുമല്ലോ ഈ വസൂരിക്കുമൊക്കെ ടൈഫോയിഡിനുമൊക്കെ. അതുപോലെ തന്നെ ഈ മരങ്ങൾക്കും ഈ ഹോമിയോ മരുന്ന് നല്ല റെസിസ്റ്റൻസ് ഒരു പവർ കൊടുക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ രോഗങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. സസ്യസൗഖ്യക്ക് 3 പാക്കിംഗ് ഉണ്ട്. ഒന്ന് 100 മില്ലി, പിന്നെ 30 മില്ലി, പിന്നെ ഏറ്റവും ചെറിയ 15 മില്ലിയുടെ. ഈ 15 മില്ലിക്കകത്ത് തന്നെ 300 തുള്ളിയുണ്ട്. ഈ 300 തുള്ളി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. അതാണ് എൻ്റെ ഒരു വിശേഷം. 1 ലിറ്ററിന് 2 തുള്ളി. 1 ലിറ്റർ വെള്ളം 2 തുള്ളി, അങ്ങനെ 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. അപ്പം 150 ലിറ്റർ മരുന്നുണ്ടാക്കിയാൽ അത് 75 തെങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. ഒരു തെങ്ങിന് 4 തുള്ളി. അപ്പോൾ 300 തുള്ളിയിൽ നിന്ന് നമുക്ക് 75 തെങ്ങിന്
നമുക്ക് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ചിലവ് 130 രൂപ. ഓ അത് ശരി. ആ അതാണ് എൻ്റെ വിശേഷം. അപ്പോൾ ഇത് അതായത് ഒരു തെങ്ങിന് 2 രൂപ പോലും വരുന്നില്ല. ഇല്ല, വരുന്നില്ല. ആ ഞാനിത് 6-7 വർഷമായിട്ട് ഇത് മാർക്കറ്റിൽ കൊടുക്കുന്നത്, ഞാൻ ഒരു പൈസ പോലും ഞാൻ ഇതുവരെ കൂട്ടി വാങ്ങിച്ചിട്ടില്ല. ഇതാണ് വെജിഗാർഡ്. വെജിറ്റബിൾസിനെ ഗാർഡ് ചെയ്യുന്ന മരുന്നാണ്. ഇത് ഹോമിയോ മരുന്നാണ്, ജൈവ മരുന്നാണ്. പല വീടുകളിലും ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഇത്രയും ഒരു കുപ്പി ഉണ്ടെങ്കിൽ മിക്കവാറും വീടുകളിലൊക്കെ ഒരു വർഷത്തേക്കൊക്കെ ഇരിക്കും. ഇതിന് 4 വർഷത്തെ ലൈഫുണ്ട്. അതുപോലെ മതി 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 മതി. ഇത് ചെടി ഈ പൂക്കൾക്കൊക്കെ ഉപയോഗിക്കാമോ? ചെടികൾക്ക്? ഇത് വെജിഗാർഡ് ഈ ചെടികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ചെടികൾക്ക് ഈ പുഴുക്കൾ കാണുമല്ലോ, പുഴുക്കളിലെയൊക്കെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ വെജിഗാർഡ് തന്നെ ഉപയോഗിക്കണം. ഈ വെജിഗാർഡ് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. ഇത് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തെ ഇടവേളകളിൽ ആവർത്തിക്കുക, ഒരു 4-5 പ്രാവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടികൾക്ക് നല്ല പ്രതിരോധം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പയർ, ആ പയർ നമ്മൾ എല്ലാവരും പയർ കൃഷി ചെയ്തിട്ടുണ്ടാവുമല്ലോ, പലരും കൃഷി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പയർ മുളച്ച് വരുന്നത് നമുക്കൊന്ന് ഒന്ന് ഭാവനയിൽ കൊണ്ടുവന്ന് അതിങ്ങനെ മുളച്ച് ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരിക. അപ്പോൾ ആ സമയത്ത് തന്നെ ആദ്യത്തെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 6 തുള്ളി 1 ലിറ്റർ വെള്ളം. അതെ, 6 തുള്ളി വെള്ളത്തിൽ 6 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ മുളച്ചു വരുന്ന പയറിന് നല്ല പ്രതിരോധം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യം വന്നാൽ വേണ്ടി മാത്രം ഇത് വീണ്ടും സ്പ്രേ ചെയ്ത് ആവശ്യം വരുള്ളൂ. അങ്ങനെ സാധാരണ ആവശ്യം വരില്ല. ഇത് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിന് ഉപയോഗിക്കാം. ഈ ഫ്രൂട്ട് പ്ലാന്റ്സിൽ ധാരാളം ഈ പറവുകളും അങ്ങനത്തെ ശല്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട് കർഷകർ. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് പ്രതിരോധിക്കാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് ഈ മരുന്ന് വെറും 1 ലിറ്റർ വെള്ളം 2 തുള്ളി ഉപയോഗിച്ചാൽ മതി. ഈ റംബുട്ടാനൊക്കെ അടിക്കാവോ സാറേ? റംബുട്ടാനും സപ്പോട്ട, മാംഗോസ്റ്റീൻ ഇതെല്ലാം ഇത് ഉപയോഗിച്ച് നമുക്ക് നഷ്ടം നിയന്ത്രിക്കാൻ സാധിക്കും. ഈ റംബുട്ടാൻ മരത്തെ സുരേഷ് ശ്രദ്ധിച്ചോ? ഇതിന് നെറ്റില്ല, പക്ഷേ ആ പഴങ്ങളൊക്കെ അതുപോലെ നിൽപ്പുണ്ട്. അതിന് കാരണം ഈ സസ്യസൗഖ്യം എന്ന മരുന്ന് ഒരു ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി വീതം ചേർത്താൽ മതി. അതൊരു വലിയൊരു ത്യാഗമായിട്ട് ആരും കരുതേണ്ട കാര്യമില്ല. കർഷകർ എത്രയോ ചിലവ് ചെയ്താണ് നെറ്റുകളൊക്കെ ബുദ്ധിമുട്ടി ഈ മരം മുഴുവനും മറച്ച് കിടക്കുന്നത് കേരളം അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ പക്ഷികളും ഇതൊന്നും പ്രശ്നം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പം ഈ പക്ഷികളുടെ എല്ലാം ഇവിടെ വാസസ്ഥലമാണ്. പിന്നെ വലിയ മരങ്ങൾക്ക് എത്തുന്ന ഹൈറ്റ് വരെ തളിച്ചു കൊടുക്കുക, ബാക്കി ചുവട്ടിലൊഴിക്കുക. ചുവട്ടിൽ അതിൻ്റെ മരത്തിൻ്റെ മണ്ണനുസരിച്ച് 2-3 ലിറ്റർ വെള്ളം, അതിൽ 3 ലിറ്റർ ആണെങ്കിൽ 6 തുള്ളി ചേർത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 5 ലിറ്റർ വെള്ളമുണ്ട്, അതിലോട്ട് 5 ലിറ്ററിന് 2 തുള്ളി വീതം 10 തുള്ളി ഒഴിച്ചാൽ മാത്രം മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. अच्छी शेक करो. ഒന്ന് ഇളക്കണം, ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ കരോ. ഇങ്ങനെ ഇലകളിൽ ആണ് അടിക്കേണ്ടത് അല്ലേ? അടിക്കാം. ഇലകളിലും കായ്കളിലൊക്കെ അടിക്കാം. അപ്പോൾ എത്തുന്ന ഹൈറ്റ് വരെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബാക്കി മരങ്ങൾ തന്നെ അതിൻ്റെ ഇലകളൊക്കെ അതിൻ്റെ പ്രവൃത്തി ചെയ്തോളും. ഇത് ബാക്കി ഈ മരുന്ന് ഈ ഇലകളിൽ കൂടെയും കൊമ്പുകളിൽ കൂടെയും മരം ആകെ വ്യാപിച്ചു കഴിഞ്ഞ് ഇത് നല്ല പ്രതിരോധം ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഈ സാറിന് എങ്ങനെ ഈ ഒരു ഐഡിയ എവിടുന്ന് കിട്ടി മെഡിസിൻ? അത് എൻ്റെ കുറച്ച് കാലത്തെ ശ്രമഫലമാണ്. അതിപ്പോൾ അതിൻ്റെ പൂർണ്ണ വിവരങ്ങളും വെളിപ്പെടുത്താൻ എനിക്ക് പ്രയാസമാണ്. അപ്പോൾ അത്
എനിക്കറിയാവുന്ന കുറേ ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് അതിനൊരു പോംവഴി അതിനുള്ള സൂചന അവരിൽ നിന്ന് കിട്ടി. പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പല മരുന്നുകളും പരീക്ഷിച്ച്, ഹോമിയോ മരുന്ന് തന്നെ പരീക്ഷിച്ച് അവസാനം ഒരു നല്ല യോജിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മരുന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. അതാണിപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കർഷകർക്ക് കൊടുക്കുന്നു. അത് കർഷകർക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കിവിടെ 10-25 ഏക്കറുണ്ട് സുരേഷ്. അപ്പോൾ ഇതിവിടെ പലതരം കൃഷിയുണ്ട്. തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം പലതരം കീടങ്ങളും പക്ഷികൾ, അണ്ണാന്, അങ്ങനെയുള്ളതെല്ലാം ജന്തുക്കൾ നമുക്ക് ഇതിന് ശല്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വിളവെല്ലാം അവർ നശിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ പന്നികൾ, വനമേഖലയായതുകൊണ്ടല്ലേ? ഇത് വനമേഖലയല്ലേ? വനമേഖലയാണ്. വനത്തിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഒരു അതിർത്തി, വനാതിർത്തിയാണ്. അപ്പോൾ പന്നികൾ പോലും ഇവിടെ ധാരാളം കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ മരുന്ന് തെങ്ങിനൊക്കെ മുറയ്ക്ക് പ്രയോഗിക്കുന്നുണ്ട്. ഈ പന്നികൾക്ക് പോലും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല. അവർക്ക് ഇവിടെ തൊട്ടടുത്ത തോട്ടങ്ങളിലൊക്കെ പന്നിയുടെ ശല്യം ധാരാളമുണ്ട്. പക്ഷേ ഇവിടെ പന്നി ശല്യത്തിന് ഈ മരുന്ന് എങ്ങനെ ഉപയോഗിക്കുക? പന്നി ശല്യത്തിന് പ്രത്യേകിച്ച് മരുന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ തെങ്ങിന് ഉപയോഗിക്കുന്നത് കൊണ്ട് പന്നികൾ മാറി നിൽക്കുന്നു. അതെ, അങ്ങനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ഈ മരുന്നിനുണ്ട്. നമ്മൾ പന്നികൾക്കായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മുടെ തെങ്ങുകൾക്കും കവുങ്ങിനും ഇത് ഒഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ശക്തി കൊണ്ട് ഇത് ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ മാറി നിൽക്കുകയാണ്.